ചില USB പോർട്സ് ഒക്കെ ബ്ലാക്ക് ആയിരിക്കും, ചിലത് ബ്ലൂ ആയിരിക്കും, മറ്റു ചിലത് വൈറ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല പല കളേഴ്സ് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വൈറ്റ് ആണെങ്കിൽ അത് USB-യുടെ ഏറ്റവും ഫസ്റ്റ് ജനറേഷൻ ആയിരിക്കും, USB 1. ഇതിപ്പോൾ അത് എവിടെയും കാണാറില്ല. ഇതിന് സ്പീഡ് വളരെ കുറവായിരിക്കും, 12 Mbps ഒക്കെ മാക്സിമം സ്പീഡ് ഉണ്ടാവാറുള്ളൂ. ബ്ലാക്ക് ആണെങ്കിൽ അത് USB 2.0 ആയിരിക്കും. ഇതിന് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവും, 480 Mbps വരെയൊക്കെ ഈ ബ്ലാക്ക് പോർട്ടുകൾക്ക് സ്പീഡ് ഉണ്ടാവാറുണ്ട്. ബ്ലൂ ആണെങ്കിൽ അത് USB 3.0 അല്ലെങ്കിൽ 3.1ന്റെ ഏർലിയർ ജനറേഷൻസ് ആയിരിക്കും. ഇതിന് 5 Gbps വരെ സ്പീഡ് ഉണ്ടാവാറുണ്ട്. ടീൽ കളർ ആണെങ്കിൽ അത് USB 3.1ന്റെ സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും. ഇതിന് 10 Gbps വരെ സ്പീഡ് ഉണ്ടാവാറുണ്ട്. റെഡ് ആണെങ്കിൽ അത് USB 3.2 ആയിരിക്കും. മാത്രമല്ല അത് ഓൾവേസ് ഓൺ ആയിട്ടുള്ള ചാർജിങ് കേപ്പബിലിറ്റീസ് ഉള്ള പോർട്ടും കൂടി ആയിരിക്കും. അതുപോലെ തന്നെയാണ് യെല്ലോയ്ക്ക് ചാർജിങ് കേപ്പബിലിറ്റീസ് ഉണ്ടാവും. അത് ഒന്നുകിൽ USB 2 ആവാം അല്ലെങ്കിൽ 3 ആവാം. ഇത് കൂടാതെ ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ എന്നീ കളേഴ്സും കാണാറുണ്ട്. ഇതിനകത്ത് ഗ്രീൻ ചിലപ്പം പ്രൊപ്രൈറ്ററി ആയിട്ട് ഉപയോഗിക്കും, അതായത് അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള കേബിൾസ് മാത്രമേ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ മറ്റേതെങ്കിലും കളേഴ്സ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കമ്പ്യൂട്ടർ ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക.